വന്നതെന്ന് പറഞ്ഞത് എനിക്ക് കാക്കനാട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഉറക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. കാക്കനാട് വന്നു, വണ്ടി നിന്നുപോയി. കാക്കനാട് വന്ന വണ്ടി നിന്നു. ഞാൻ വരുന്ന വണ്ടി നിൽക്കുകയാണ് ഓട്ടോമാറ്റിക്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കൊരു വിജനമായ പ്രദേശം. അപ്പോൾ പറഞ്ഞിടത്തോളം എനിക്ക് ഈ ഏരിയ ഒക്കെ അറിയാം. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഇത് പ്രേയർ നടക്കുന്ന ഒരു സ്ഥലം പോലെ എനിക്ക് തോന്നി. അപ്പോൾ അവിടെ പ്രാർത്ഥന ഉണ്ട്. അവിടെ വരുന്ന വണ്ടികൾക്ക് ബുദ്ധിമുട്ടാകാതെ രീതിയിൽ ഞാൻ വണ്ടി തള്ളി ഒതുക്കി മാറ്റിയിട്ടു. ആ സമയത്ത് മനുഷ്യൻ വിളിക്കണം എന്നെ. 2-3 പ്രാവശ്യം വിളിച്ചിട്ടും ഞാൻ ഫോൺ എടുക്കണില്ല. ഞാൻ ശരിക്കും ഇത് നടക്കുന്ന സംഭവമായിട്ട് തന്നെ നിൽക്കുകയാണ്. CNG വണ്ടിയാണ്, ഗ്യാസ് CNG ഓട്ടോറിക്ഷയാണ്. ഗ്യാസ് നിന്ന് പോയിക്കഴിഞ്ഞാൽ വണ്ടി കയറ്റി കൊണ്ടുപോയ ഇതുള്ളു. ഈ സ്വപ്നം കാണുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കുമെന്ന് വിചാരിച്ചു. ശരിക്കും പക്ക യാഥാർത്ഥ്യമായിട്ട് തന്നെ. സ്വപ്നമായിട്ട് ഞാൻ കരുതിയിട്ടില്ല. അതാണ് അത്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു നമുക്കിന്ന് പോകാം, ധ്യാനത്തിന് പോകാൻ പറഞ്ഞു. നമുക്കവിടെ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് എനിക്ക് പരിചയമില്ല, ഞാൻ ഈ മനുഷ്യനെ കണ്ടിട്ടില്ല, കോണ്ടാക്ട് നമ്പർ ഇല്ല, എനിക്കറിയത്തില്ല. ഇത് എൻ്റെ പരിപാടിയല്ല. സ്വപ്നത്തിൽ ദൂതൻ വന്നിട്ട് ഇടപെടുകയാണ്. സ്വോത്രം സ്വോത്രം സ്വോത്രം. വണ്ടി സ്റ്റാർട്ട് ചെയ്യും, പോകാം. ഒരു സ്ഥലത്ത് വന്നപ്പോൾ, വിജനമായ കാക്കനാട് ഈ സ്ഥലത്ത് വന്നപ്പോൾ വണ്ടി ഓഫാകുന്നു. ആരാധന നടക്കുമെന്ന് കാണുന്നു. അകത്തോട്ട് കയറെന്ന് പറയുന്നു. ഇദ്ദേഹത്തെ വേറെ ആരും വിളിച്ചോണ്ട് വന്നല്ല. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്ക്, ശക്തിയുടെ ദൈവത്തെ സ്തുതിക്ക്. ആരും അങ്ങനെ വിളിച്ചാൽ വരുന്ന ആളുമല്ല. പക്ഷെ ഇത് ദൂതന്റെ ഇടപാടാണ്. ഹെവൻ ഡയറക്റ്റായി വിളിച്ചോണ്ട് വന്നതാണ്. ഹെവൻ ഡയറക്റ്റായി വിളിച്ചപ്പോ സ്വപ്നത്തിൽ കണ്ടപ്പോ അവരോട് പറഞ്ഞു വാ പോകാമെന്ന്. ഓ സ്വോത്ര സ്വോത്ര സ്വോത്ര. അതേ ഓട്ടോയിലാണോ വന്നേ? അതേ ഓട്ടോയിലാണ് വന്നേ. ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. ഇത് ഈ ചർച്ച കാണും. ദൂതന്മാര് പോയി ആളെ വിളിച്ചോണ്ട് വരുന്ന അടുത്തൊരു തലം ഈ ചർച്ച കാണാമോ? ദൈവത്തിന്റെ ദൂതൻ ഡയറക്റ്റ് ആയിട്ട് വന്നു. നിങ്ങൾ കൃത്യമേറിയത് ദൈവത്തിന്റെ ഇടപെടലാണ്. സ്വപ്നത്തിൽ യാഥാർത്ഥ്യമാകുന്നത് പോലെ, സംഭവം പോലെ സ്വപ്നത്തിൽ കണ്ട് ദൈവം ഇടപെട്ട് ദൈവം ഇവിടെ കൊണ്ടുവന്നേ. അതിനകത്തൊരു ഭയങ്കര ദൈവത്വതയുണ്ട്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, ഈ ചർച്ചിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്കൊരു ഭയങ്കര ദൈവത്വതയുണ്ട്. ദൂതം കൊണ്ടുവന്നത് വെറുതെ അല്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരു കാഴ്ച കാണും. ഞാൻ അവിടെ ഇരുന്ന് വർഷിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആത്മാവിൽ പറയുകയാണ്, ഭയങ്കരമായിട്ട് ആത്മാവിൽ പറയും, വേരുകളൊക്കെ പുതിയതാകും, ഡെഡായതൊക്കെ പുതിയതാകും. ഞാൻ അവിടെ നിന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം അത് ഈ മനുഷ്യൻ്റെ മേലെ ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം ഈ കിഡ്നി അതിൻ്റെ വേരുകളൊക്കെ പുതിയതായിക്കൊണ്ടിരിക്കും. പിതാവേ, ഇത് അങ്ങയുടെ മകൻ, ഇത് അങ്ങ് കണ്ട എറണാകുളം പട്ടണത്തിന്റെ നടുവിൽ നിന്ന് ദൈവം പേർ ചൊല്ലി വിളിച്ച് പിതാവ് അവിടുത്തെ ദൂതന്മാരെ അയച്ച്, സ്വപ്നത്തിൽ അങ്ങയുടെ ദൂതന്മാരെ അയച്ച് ആലയത്തിന്റെ സ്ഥലം കാണിച്ച്, ആലയത്തിന്റെ അഡ്രസ് കൊടുത്ത്, ഇവിടുത്തെ ആരാധന കാണിച്ച് ദൂതൻ കൈപിടിച്ചു കൊണ്ടുവന്ന നിന്റെ മകൻ എന്റെ ദൈവം അത് ചെയ്തെങ്കിൽ ഇന്ന് പകൽ സൗഖ്യമാക്കാൻ പോവാ. പിതാവ് അത്ഭുതം ചെയ്യാൻ പോവാ. കിഡ്നി പുതിയതാകും, കിഡ്നി പുതിയതാകും. ഒരു മരണത്തിന്റെ ചങ്ങല, ഒരു മരണത്തിന്റെ മുഖം, ഒരു മരണത്തിന്റെ കെട്ട് ഈ സമയം നിങ്ങളുടെ മേൽ നിന്നും അഴിഞ്ഞു മാറുന്നു. ബ്ലഡിന്റെ കളർ പോലത്തെ റൗണ്ട് ഷേപ്പിൽ ഒരു ഗുളിക, ഒരു മെഡിസിൻ, അതിനെ ദൂതന്മാരെടുത്ത് ദൂരെ കളയുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. ഒരു ഭയങ്കര ഡെലിവറൻസ് നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നു. ഇതൊരു ഭയങ്കര സാക്ഷിയാണ്. ഇത് റെക്കോർഡ് ചെയ്യുക, ഇത് ലൈവിൽ കാണുക. ഇത് കാക്കനാട് CCGM ചർച്ചിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാർ പട്ടണത്തിൽ നിന്ന് ഉറക്കത്തിൽ സ്വപ്നത്തിൽ ചെന്ന് വെളിപ്പെട്ട് കൈപിടിച്ചു കൊണ്ടുവന്ന് സൗഖ്യമാക്കുന്നു. ഇതൊരു സൗഖ്യത്തിന്റെ വലിയ വാർത്തയായിരിക്കും. കമോൺ ചർച്ച്, കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഒരു വലിയ അഭിഷേകം ചൊല്ലിക്കട്ടെ.
ഒരു വലിയ അഭിഷേകം ചലിക്കട്ടെ. യേശുവിന് വേണ്ടി, പിതാവിന്റെ രാജ്യത്തിന് വേണ്ടി നൂറുകണക്കിന് ആളുകളെ പിടിച്ചെടുക്കാൻ ക്യാച്ച് ചെയ്യാൻ സാധാരണമായ ഒരു അഭിഷേകവുമായി, ഒരു വലിയ ദൈവശക്തിയുമായി എന്റെ പിതാവ് നിന്റെ മകനെ അയക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പാരമ്പര്യ ക്രിസ്തീയ മണ്ഡലത്തിന്റെ മതിൽക്കെട്ടിനകത്തു നിന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അഭിഷേകത്തിലോ ആത്മാവിന്റെ ശക്തിയിലേക്കോ ആത്മാവിന്റെ ആരാധനയിലേക്കോ അങ്ങയുടെ മകനെ ഞാൻ പുറപ്പെടുക്കുന്നു. ഓ, ഞാൻ അനുഗ്രഹിക്കുന്നു. അതേ ഓട്ടോ, ദൂതൻ കാണിച്ച അതേ ഓട്ടോ, ദൂതൻ കാണിച്ച അതേ വഴി, അതേ സ്ഥലം, അതേ വർഷിപ്പ് ജീവിതത്തിൽ ഈ മണ്ണിൽ നിന്നും നിങ്ങൾ എടുക്കപ്പെടുന്ന സമയം വരെ മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഓട്ടോ തന്നെ വരയില്ല, ഓട്ടോയിൽ ആളെയും കയറ്റി എല്ലാ ഞായറാഴ്ചയും വരണം. ഈ ചർച്ചിന്റെ ഒരു പ്രധാന ലീഡർഷിപ്പിൽ ഒരു വലിയ ശുശ്രൂഷയുടെ ഒരു തലം നിങ്ങളുടെ മേൽ കർത്താവ് തുറക്കും. നിങ്ങളത് ഉപയോഗിക്കും.